പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ ഒരു വലിയ മഹാ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് കാണണം. മറ്റൊന്നുമല്ല, എനിക്ക് മൂന്നാമതൊരു കുഞ്ഞ് പിറന്നത്, ആ കുഞ്ഞിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും ആ അത്ഭുതകരമാം വിധം ഞങ്ങളുടെ ജീവിതത്തിൽ ആ കുഞ്ഞിന് സൗഖ്യം കൊടുത്തുകൊണ്ട് അത്ഭുതകരമാം വിധം പകല് കുഞ്ഞിനെ ജീവിതത്തെ, ജനനത്തെ, ശരീരത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഒരു അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കേണ്ട ഒരു സന്ദേശമായിരിക്കാം ഇത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുതെന്നാണ് എൻ്റെ ഒരു വലിയ അപേക്ഷ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഫാമിലി ഒരു കൗൺസിലിങ്ങിനായിട്ട് എന്നെ ബന്ധപ്പെട്ടു ഫോണിൽ. അവര് ജർമ്മനിയിലാണ്, നിലവിൽ നാട്ടിലില്ല. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബത്ത് സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഒരു തരത്തിൽ മറ്റു തരത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അതിന്റെ കൂട്ടത്തിൽ രോഗങ്ങളും, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അവരുടെ വീട്ടുപേര്, അവരുടെ ഓരോരുത്തരുടെ പേര്, ഏജ് ഒക്കെ ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ അതിനു മുമ്പ് പറഞ്ഞിരുന്നു ഭാര്യ, ഭർത്താവ്, 2 ആൺമക്കൾ. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇളയ ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു, 2 മക്കളെ ഉള്ളൂ, മൂന്നാമതൊരു പെങ്കൊച്ചു ഉള്ളതായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടല്ലോ. ഇത് കേട്ടതും ആ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ഞെട്ടിപ്പോയി. അവര് ഭയന്നു, അവരാകെ അസ്വസ്ഥപ്പെട്ടു. അവര് പറയുകയാണ്, ബ്രദറെ, മൂന്നാമതൊരു പെൺകുഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ബ്രദറെ, പക്ഷെ ആ പെൺകുഞ്ഞിനെ ഞങ്ങളുടെ അറിവില്ലായ്മ മൂലം, ഞങ്ങളുടെ സ്വാർത്ഥത മൂലം എന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ അവളെ പിച്ചിച്ചിരി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തുറന്ന് പറയുകയായിരുന്നു, ഇവരുടെ പ്രശ്നങ്ങളുടെയും ഇവരുടെ പ്രതിസന്ധികളുടെയും ഇവരുടെ രോഗങ്ങളുടെയും ഇവരുടെ കുടുംബത്തിന് സമാധാനമില്ലാത്തതിന്റെ ഒക്കെ കാരണം ആ കുഞ്ഞ് ആത്മാവിന്റെ നിലവിളിയാണ്. ദൈവസന്നിധിയിലുള്ള ആ പിഞ്ച് ആത്മാവിന്റെ വേദന, രോദനമാണ് ഇവരുടെ കുടുംബത്ത് ഈ പ്രശ്നങ്ങളെല്ലാമായിട്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വാർത്ഥത കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഗർഭത്തിൽ വെച്ച് തന്നെ പിച്ചി ചീന്തി കത്രിക കൊണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വലിച്ചു പുറത്തേക്ക് എടുക്കപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ, അതുപോലെ തന്നെ ഉപ്പിലായി കടത്തി കുഞ്ഞിനെ കരിച്ച് അബോർട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഈ ലോകത്ത് ഒരു കോടതിയില്ല. അവർക്ക് കേസ് ഏൽപ്പിക്കാനായിട്ട്, അവരെ വധിച്ചതിന്റെ കേസ് പറയാനായിട്ട് ഒരു വക്കീലുമില്ല. പക്ഷേ നിന്റെ ഉത്തരം ഒരു കൊലക്കളമായി മാറുമ്പോൾ നിനക്ക് വേണ്ടി വിധി പറയാൻ കർത്താവായ ദൈവം നിനക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നു. അതിന് നീ നിന്റെ ജീവിതത്തിൽ ഉത്തരം പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇതേ തെറ്റ് ചെയ്തിട്ട് ഇന്ന് നിരവധി വ്യക്തികൾ പിന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ കൊതിക്കുകയാണ്. ഒരു കുഞ്ഞിനെ അവർക്ക് കണി കാണാൻ കിട്ടുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? ഇന്ന് ലിവിങ് ടൂതറായിട്ടും അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പ് പലതരത്തിലും ബന്ധപ്പെട്ടും ഒക്കെ ആയിട്ട് ഒരു ഉല്ലാസം പോലെ ടൈം ചെലവഴിച്ചതിന്റെ പേരിൽ അവര് അറുത്ത് മുറിച്ച് മാറ്റേണ്ടി വരുന്നത് ദൈവം അവരുടെ ഉദരത്തിൽ നിക്ഷേപിച്ച ഒരു ജീവനെയാണെന്നുള്ള ഒരു പരമാർത്ഥ സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുള്ള വൻ നഗരങ്ങളിലുള്ള പല ഹോസ്പിറ്റലുകളും സത്യത്തില് ദൈവത്തിന്റെ ജീവന്റെ അർവശാലകളായിട്ട് മാറിയിരിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന 2500 5000 അല്ലെങ്കിൽ നിസ്സാര ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രമാത്രം അതിക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിന് ഇത് കണ്ടിട്ട് നിലവിളിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. പക്ഷെ ആ നിലവിളി എത്ര പേരുടെ കാതുകളിൽ എത്തുന്നുണ്ടെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ 18 വർഷത്തിലധികം ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. മൂന്നാമത്തെ കുഞ്ഞ് ഉണ്ടായി, കുഞ്ഞ് നിർത്താൻ പ്ലാൻ ഇട്ടപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ഞങ്ങളോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് 4 മക്കളെ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 3 പെൺകുട്ടികളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിർത്താൻ പ്ലാനിട്ട്. ഒരുപക്ഷെ 4ാമത്തതും ഒരു പെണ്ണായാലും കുടുംബത്തിലും കുടുംബക്കാരുടെ മുമ്പിലും സമൂഹത്തിലും ഒക്കെ അതൊരു അവഹേളനമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ സഹോദരിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, 4ാമത്തത് ഒരു ആൺകുട്ടിയായിരിക്കും, അത് നിങ്ങൾ നിർത്തിയാലും ഉണ്ടാകുമെന്ന്. വളരെ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ
അങ്ങനെ 3 പെണ്ണും ഒരാണുമായിട്ട് 4 മക്കളെ തന്നു. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടില് നമ്മുടെ തൊടിയിൽ ഒരു തെങ്ങിന്റെ തൈ വെക്കുമ്പോൾ, ഒരു മാവിന്റെ തൈ വെക്കുമ്പോൾ നമ്മൾ അതിനെ കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട്, ഒരു പരിലാളനയുണ്ട്, ഒരു ശ്രദ്ധയുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് നമുക്ക് നല്ല ഫലം കിട്ടണം. മാന്തൈ ആണെങ്കിൽ നല്ല കേടില്ലാത്ത നല്ല മാമ്പഴങ്ങൾ ഉണ്ടാകണം. തെങ്ങാണെങ്കിൽ തെങ്ങും തൈ ആണെങ്കിൽ അത് വളർന്ന് വലുതായി കഴിയുമ്പോൾ അതിൽ നിന്ന് നിറയെ തേങ്ങ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ആ കുഞ്ഞിലെ തൊട്ടേ അത് നട്ട പരുവത്തിൽ തന്നെ നമ്മൾ അതിന് വേണ്ട വളവും വെള്ളവും ചെയ്യേണ്ടതെല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ്, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന ആ ഒരു സഹോദരിയുടെ ഉദരത്തില്, നമ്മുടെ ഭാര്യയുടെ ഉദരത്തില് ആ കുഞ്ഞിന്റെ ജീവൻ തുടിക്കുന്ന അറിയുന്ന നിമിഷം മുതൽ നമ്മൾ എത്രത്തോളം പരിഗണന കൊടുക്കുന്നുണ്ട്. ഗർഭാരിഷ്ടതകൾ കൊണ്ട് അവർ ചിലപ്പോൾ പലപ്പോഴും പല അസ്വസ്ഥതകളും പ്രകടിപ്പിക്കും. പക്ഷേ ആ സമയത്ത് അവരോട് ശണ്ട കൂടാൻ പോകാതെ, അവരോട് പിടിവാശി കാണിക്കാൻ പോകാതെ, അവരെ തോപ്പിക്കാതെ, അവരെ ശാരീരികവും മാനസികമായിട്ട് മർദ്ദിക്കാതെ, കുറെ വിട്ടുവീഴ്ച ചെയ്യാനും, കുറെ സ്നേഹിക്കാനും, കുറെ സഹായിക്കാനും, കുറെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ ആ ജനിക്കുന്ന കുഞ്ഞ് ഒരുപക്ഷെ ഒരു മൃഗത്തിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് വരും. എന്നാൽ ഇത് കണ്ടറിഞ്ഞ് അവളെ പരിഗണിക്കാനും അവളെ സ്നേഹിക്കാനും സാധിച്ചാൽ ആ കുഞ്ഞ് നിന്റെ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, നീ ആയിരിക്കുന്ന സമൂഹത്തിനും ലോകത്തിനും രാജ്യത്തിനുമൊക്കെ നാളെ ഒരു അനുഗ്രഹമായി തീരും. അതുപോലെ തന്നെ വിവാഹത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി, അല്ലാതെ ചുമ്മാ കന്നുകാലിക്കുണ്ടാകുന്ന ഉണ്ടാകൂല, അറിയാതെ അബദ്ധത്തിൽ സംഭവിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധിയോടുകൂടി വേണം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ. അങ്ങനെ ഒരു കുഞ്ഞ് നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നീ നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും ആ വയറിൽ കൈവച്ച് രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പകലുള്ള സമയത്തൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന ബെഡ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിൽ കയറിയിട്ട് ഒരു പണിയെടുക്കാതെ അവിടെ കിടന്നുകൊണ്ട് ഈ മൊബൈൽ മുഴുവൻ ഇങ്ങനെ തോണ്ടിയുള്ള റീൽസും കണ്ട ആവശ്യമില്ലാത്ത വൾഗർ മുഴുവൻ കണ്ടിട്ട് ആ കുഞ്ഞിനെ ഒരു നാശമാക്കി മാറ്റരുത്. നീ ഒരു മനോരോഗിയാക്കി മാറ്റരുത്. നീ എന്ത് ചെയ്യണം? നീ തിരുവചനം വായിക്കണം. ദൈവത്തിന്റെ വചനം നീ വായിക്കാൻ തുടങ്ങണം. അത് ഉറക്കെ വായിക്കണം. അതോടൊപ്പം നീ കിടക്കുന്ന റൂമിൽ ഒരു ഓഡിയോ ടേപ്പ് വെച്ചിട്ട് പെൻഡ്രൈവ് കുത്തിയിട്ട് ഈ യൂട്യൂബിലൊക്കെ സമ്പൂർണ്ണ ബൈബിളിന്റെ ഓഡിയോ കിട്ടും, അത് വെച്ച് കേൾക്കണം. അതുപോലെ നല്ല നല്ല വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കണം. യൂട്യൂബിൽ കിട്ടും വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രങ്ങൾ പുസ്തകങ്ങൾ ഓഡിയോ ഒക്കെ കിട്ടും. മനസ്സിലായി? അതുപോലെ ദാനിയേൽ പൂർണ്ണത്തിലച്ചനെ പോലുള്ള നല്ല കൃപയുള്ള അഭിഷിക്തരുടെ വചന പ്രഘോഷണങ്ങൾ കിട്ടും, ടോക്കുകൾ, അതൊക്കെ വെച്ച് കേൾക്കണം. അങ്ങനെ നീ വില കൊടുക്കുമ്പോൾ മാത്രമാണ് നിനക്ക് നല്ല ഒരു ജീവസുറ്റ തേജസുറ്റ ഒരു അഭിഷേകം നിറഞ്ഞ ഒരു കുഞ്ഞിനെ നിനക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അല്ലാതെ കന്നുകാലി ജീവിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ പൂക്കുറ്റി അടിയുണ്ടാക്കി ഭർത്താവ് കുടി കഴിഞ്ഞു വരും, ഭാര്യ ഗർഭിണിയാണെന്നോ അയാൾ നോക്കിയല്ല, അന്നേരം അയാൾ ചെയ്യേണ്ട പാടില്ലാത്തതൊക്കെ കയറി ചെയ്യും. ഇങ്ങനെ കന്നുകാലിക്ക് തുല്യമായിട്ട് ജീവിച്ചേച്ച് ഒരു കന്നുകാലി കുഞ്ഞ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വിവാഹത്തിലായി ഇപ്പൊ ഗർഭിണിയാക്കി ആയിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവരെ അയച്ചു കൊടുക്കണം, ഒന്ന് ഷെയർ ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അറിവിലോ ഇനി ഗർഭചിത്രം മൂലം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് ഇട വന്നുകൂടാ. പ്രിയപ്പെട്ടവരെ, മറ്റൊരിക്കലും ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു കുടുംബം കൗൺസിലിംഗിനായിട്ട് കടന്നു വന്നപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഗർഭിണിയായി. ആ കുഞ്ഞ് 2ാം മാസം ആയപ്പോഴത്തേക്കും അതിനെ നോക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നു എന്റെ കുടുംബത്തിൽ. അവരെന്ത് ചെയ്ത് അതിനെ കൊണ്ട് അബോർഷൻ ചെയ്തു. അതൊരു പെൺകുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ആൺകുഞ്ഞുണ്ടായി. അതിനുശേഷം പിന്നെ ഒരു 6-7 വർഷം കഴിയുമ്പോൾ അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി. പിന്നെ അത് കഴിഞ്ഞൊരു ആൺകുഞ്ഞുണ്ടായി. അങ്ങനെ 3 ആണും ഒരു പെണ്ണും. ആ പെൺകുഞ്ഞ് 3.5 വയസ്സായപ്പോൾ തുടങ്ങിയത് അവരുടെ ജീവിതത്തിലെ ദുരന്തം. ആദ്യം കിഡ്നിക്ക് ക്യാൻസർ, ഒരു കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞു. 2ാമത് കരളിന് ക്യാൻസർ. 10ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി മരിക്കുമ്പോൾ ആ അപ്പനും അമ്മയും ആശുപത്രികൾ മുഴുവൻ കയറി നടന്ന് നരകിച്ച് അവരനുഭവിച്ച യാതനകൾക്ക് കണക്കില്ലെന്നാ പറഞ്ഞത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവര്, ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേർന്നാൽ ജീവൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേരെ കേട്ടോ. കാരണം എന്റെ ഇടവകയിൽ തന്നെ എന്റെ അറിവിൽ ഒരു 10ഓളം ദമ്പതികൾ എന്റെ അയൽവക്കത്ത് ഉൾപ്പെടെ 20, 30, 40 ഒക്കെ വർഷമായിട്ട് കല്യാണം കഴിച്ചത് മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഒന്നിച്ചപ്പോഴൊക്കെ മക്കളുണ്ടാകുമായിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അമേരിക്കൻ സയന്റിസ്റ്റുകൾ പഠനം നടത്തി. ഈ ഭാര്യയും ഭർത്താവും ഒന്ന് യോജിച്ചതിന് ശേഷം എപ്പോഴാണ് ആ ഭാര്യയുടെ ഉദരത്തില് ജീവൻ കടന്നു വരുന്നതെന്ന് 5 ദിവസത്തിനുള്ളിലാണെന്ന് അവർ കണ്ടെത്തി. പക്ഷേ അത് ഏത് നിമിഷത്തിലാണെന്ന് കണ്ടെത്താനായിട്ട് അവർക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചാൽ ഒന്നും കുഞ്ഞുങ്ങളുണ്ടായില്ല. അവരുടെ അണ്ടവും ബീജവും യോജിച്ച് അവിടെ ഒരു ജീവൻ
ഉണ്ടാകണമെങ്കിൽ അതൊരു ജീവനായി മാറണമെങ്കിൽ അവിടെ മൂന്നാമത്തെ ദൈവമാകുന്ന ആ ത്രിത്വത്തിന്റെ ആ ശക്തി അവിടെ പ്രാപിക്കണം, ശക്തി അവിടെ നിറയണം. ആ ത്രിത്വത്തിന്റെ, ആ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകണം. മനസ്സിലായോ? ആ ദൈവം കടന്നു വന്ന് അവിടുന്ന് ദാനമായി നൽകുന്ന ആ ജീവൻ തന്റെ കൈകൊണ്ട്, തന്റെ വാഗൊണ്ട് ഊതി അവിടെ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ജീവൻ രൂപം കൊള്ളുന്നത്. തിരുവചനത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആദത്തെ മണ്ണുകൊണ്ട് നനഞ്ഞിട്ട് അവന്റെ മൂക്കില് ദൈവം ഊതി അവന് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അവര് സ്നേഹത്തിന്റെ പുറതയിൽ ഒന്നിക്കുമ്പോൾ അവിടെ ദൈവം ചെയ്യുന്ന ഒരു ഊത്തുണ്ട്. മനസ്സിലായോ? അതല്ലാതെ ഒരു ഒരുക്കമില്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ സംഭവിച്ചിട്ട് ഒരു ചൈതന്യമില്ലാത്ത, ഒരു ദൈവകൃപയില്ലാത്ത, ഒരു നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ശാപമായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ഈ സമൂഹത്തോടും രാജ്യത്തോടും ചെയ്യുന്നത് ഒരു മഹാദ്രോഹം. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ പെൺവാണിഭം നടത്തുന്നവന്മാരും കഞ്ചാവും കള്ളും വിൽക്കുന്നവന്മാരും മയക്കുമരുന്ന് നടത്തുന്നവന്മാരും രാഷ്ട്രീയ ഗുണ്ടകളായിട്ട് നടക്കുന്നവന്മാരൊക്കെ ഇതുപോലെ ഒരു അപ്പനും അമ്മയും ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അവര് വചനം പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 139 അധ്യായം 139 അധ്യായത്തിന്റെ 13 വാക്യം ഇങ്ങനെ പറയുക, അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവം മെനഞ്ഞ് രൂപപ്പെടുത്തി വിശുദ്ധനായിട്ട് കൊണ്ടുവരേണ്ട ഒരു കുഞ്ഞിന് പകരം സാത്താൻ മെനയാനായിട്ട് തന്റെ ശരീരത്തെ, തന്റെ ഉദരത്തെ വിട്ടുകൊടുത്തു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള സന്തതികൾ ലോകത്തിലുണ്ടാകുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതത്ര ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. വളരെ വിശുദ്ധിയോടും പവിത്രതയോടും പ്രാർത്ഥനയോടും കൂടി സംഭവിക്കേണ്ട ഒന്നാണ്. അതിലൂടെ മാത്രമേ ഒരു വിശുദ്ധിയായ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും, പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാരെ ഞാൻ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, അതുപോലെ വീടുകളിൽ ഗർഭാരിഷ്ടതകളുടെ ആ മൂർധന്യാവസ്ഥ കൊണ്ട് വിശ്രമത്തിൽ കഴിയുന്ന സഹോദരിമാര്, പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ പീരീഡിൽ അനുഭവിക്കുന്ന സഹോദരിമാർ എല്ലാവരെയും ഞാൻ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ അവരെ സ്പർശിച്ച് അവർക്ക് വേണ്ട വിടുതല് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ആമേൻ.